പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുന്നു. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,706 വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നു. സച്ചിൻ, നിലവിൽ എല്ലാവരും ആകാംക്ഷയോടെ, ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു വിധിയെഴുത്തിനാണ് കാത്തിരിക്കുന്നത്. നാളെ ഇപ്പോൾ ഈ പോളിംഗ് സാമഗ്രികളുടെ അടക്കം വിതരണം ഏറെക്കുറെ പൂർത്തിയാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവസാനവട്ട വോട്ട് ഉറപ്പാക്കാൻ എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക്, രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തന്നെ ഇടയാക്കിയതാണ് പാലക്കാട് വോട്ടെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്താണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനും കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങളൊപ്പം തന്നെ ഇരട്ട വോട്ട് വിവാദത്തെക്കുറിച്ച് ഇന്ന് കളക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൂടി? സിജു, പാലക്കാട് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ബൂത്തുകളെല്ലാം നാളെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് സജ്ജമായിരിക്കുന്നുണ്ട്. നിലവിൽ 184 പോളിംഗ് ബൂത്തുകളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ സുരക്ഷാ വിന്യാസങ്ങൾ അടക്കം പൂർത്തീകരിച്ചതായി ജില്ലാ കളക്ടർ എസ് ചിത്ര അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിജു പറഞ്ഞതുപോലെ തന്നെ വ്യാജ വോട്ടുകൾ ചെയ്യാൻ എത്തുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന കാര്യവും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെയാണ് 2700ഓളം വ്യാജ വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ട് എന്ന കാര്യം രേഖാമൂലം കളക്ടർക്കും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിലും പരാതി നൽകിയത്. അതിന്റെ ഭാഗമായിട്ടാണ് കളക്ടർ തന്നെ പരിശോധന നടത്തി നടപടി ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ വ്യാജ വോട്ടുകൾ ചെയ്യാൻ അനുവദിക്കില്ല എന്ന കാര്യം തന്നെയാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ, അതായത് പ്രചാരണ രംഗത്ത് തുടക്കം മുതൽ തന്നെ വാശിയേറിയ പോരാട്ടങ്ങളാണ്. നിരവധി വിവാദ വിഷയങ്ങൾ അടക്കം പാലക്കാട് മണ്ഡലത്തിൽ ഉടലെടുത്തിരുന്നു. ഇതിനൊക്കെ ജനങ്ങൾ നാളെ വോട്ടെടുപ്പിലൂടെ മറുപടി പറയും എന്നാണ് പാലക്കാട്ടെ LDF നേതാക്കളൊക്കെ വാർത്താ സമ്മേളനത്തിലും അതേപോലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ കേരളം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ജനങ്ങൾ നാളെ വിധിയെഴുതാൻ വേണ്ടി പോവുകയാണ്. സിജു, ശരി. സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട്ട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകുന്നു. ഒപ്പം തന്നെ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ.